കിഡിലൻ ഒരു സിനിമ കണ്ടിട്ട് വന്നതിന്റെ ആ ഒരു ഹൈയില് എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പൊതുവെ അങ്ങനെ മൂവി റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും പോയി കാണണം. മമ്മൂക്ക, വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ദ വെനം ബിനീത്. കളങ്കാവൽ അന്യായ പടം, ഒരു രക്ഷയില്ലാത്ത പോലത്തെ ഒരു പടം. ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ തന്നെ ഞെട്ടലായിരുന്നു. ശരിക്കും കിളി പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പരിപാടിയാണ് തുടക്കത്തിൽ തന്നെ ഇവര് തിരക്കഥയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. തിരക്കഥയിൽ അവർ എഴുതി വെച്ച ആ ഒരു ഇമ്പാക്റ്റില് അത് വന്നിട്ടുമുണ്ട്. അത് ആ രീതിയിൽ അത് അവര് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് സീൻ തന്നെ, ഓപ്പണിംഗ് സീനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്രയും ഷോക്കിംഗ് ആയിരുന്നു, ഞെട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മമ്മൂക്ക, സുധീർ രാമചന്ദ്രൻ ഇവരുടെ ഒരു കോമ്പിനേഷൻ സീനാണ്. ആ സീൻ തന്ന ഒരു ഷോക്കും ഒരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എനിക്ക് മേ ബി ഈ സിനിമയെ പറ്റി ഒന്നും അറിയാതെ, നമ്മളൊന്നും നോക്കാതെ പോയി കണ്ടോണ്ടായിരിക്കാം, ട്രെയിലർ മാത്രം കണ്ടിട്ട് പോയോണ്ടായിരിക്കാം ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. അത്രയും ഷോക്കിംഗ് ആയിരുന്നു. അതിൽ മമ്മൂക്ക എന്താണ് ചെയ്യുന്നത് ഒന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവും. പക്ഷെ അവിടുന്ന് തുടങ്ങി ഈ മനുഷ്യന്റെ വില്ലനായിട്ടുള്ള ഒരു പകർന്നാട്ടം എന്നുവെച്ചാൽ ഈ പാലേരി മാണിക്യം, പുഴു, ബ്രഹ്മയുഗം ഇതൊന്നും അല്ല. ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന വേറെന്തൊക്കെയോ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടർ അത് അത്രയും ഗംഭീരമായ രീതിയിൽ തന്നെ മമ്മൂക്ക ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിനകത്തെ സോങ്സ് ആണ്. നിലാക്കായും എന്നൊരു ട്രാക്ക് ഉണ്ട്. 3-4 തവണ ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നുള്ളൂ, അതും ചില ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്. അപ്പോഴൊക്കെ കിട്ടിയൊരു ചിൽസ് ഉണ്ട്, ചില്ലിങ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. അന്യായമായിരുന്നു. എന്തോ ഒരു ഹോണ്ടിങ് ഒരു വൈബ് കിട്ടുന്ന ഒരു സോങ് ആണ്. അങ്ങനെയുള്ള കുറച്ച് ട്രാക്സ് ഈ സിനിമയിലുണ്ട്. മുജീബ് മജീദ് ആണ് മ്യൂസിക് ആൻഡ് സ്കോർ. അതിഗംഭീരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ വേറെന്താണ്, വിനായകൻ, നത്ത് ജയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോലീസ് ഓഫീസറാണ്. ക്ലൈമാക്സിനോട് അടുക്കാൻ നേരത്തെ വിനായകന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ക്ലൈമാക്സ് ഇവർ രണ്ടുപേരുമാണ്. നിങ്ങളത് തിയേറ്ററിൽ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. സ്പോയിലർ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സ്പോയിലർ ആയിട്ട് വരും ഓരോ സീനും. ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമ. ചുരുക്കി പറഞ്ഞ് ഈ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരും, പിന്നെ 10-20 ഇരയായിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അവരും ഒക്കെ കൂടി ആയിട്ടുള്ളൊരു സിനിമ. ഇവരാരും തന്നെ ഓവറാക്കാതെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചു. അത്രയും ഫോമിൽ നിൽക്കുന്ന മമ്മൂക്കയോട് പിടിച്ചു നിന്നു എന്നൊന്നും അല്ല, അവരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിൽ മമ്മൂക്ക തകർത്ത പോലെ തന്നെ അവരും നല്ലപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മോശമാക്കാതെ അവർ ചെയ്തു. പിന്നെ അവസാനമായിട്ട് ജിതിൻ കെ ജോസ്, കുറുപ്പ് എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയവരിൽ ഒരാളാണ്. കുറുപ്പും ഇതേപോലെ തന്നെ തിയേറ്ററിൽ ആദ്യ ദിനം കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കുറുപ്പ് പോലൊക്കെ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം കുറുപ്പ് നോൺ ലീനിയർ ആയിട്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, 6 അധ്യായങ്ങളിലായിട്ടാണ് കഥ നടക്കുന്നത്. പുനരുദ്ധാനം എന്നൊരു അധ്യായമൊക്കെ ഉണ്ട്, റീഇൻകാർണേഷൻ. അത് അന്യായമായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് കത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അധ്യായം ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു അധ്യായത്തിലാണ് ശരിക്കും രാക്ഷസ നടികരെ ഞാൻ കണ്ടത്. മമ്മൂക്ക തകർത്തത് ഈ ഒരു അധ്യായത്തിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എടുത്തു പറയാനാണെങ്കിൽ വേറൊരു സീനുണ്ട്. വിൻമില്ലൊക്കെ ഉള്ള ഒരു ഏരിയയില്, തമിഴ്നാട്ടിലെ ഒരു റിമോട്ട് ഏരിയയിൽ നടക്കുന്ന ഒരു സീനാണ്. മമ്മൂക്കയുടെ ഹോണ്ട അക്കോർഡ്, പിന്നെ വേറൊരാള്, അത് ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇവര് 3 പേരും ഈ ഒരു സീനിലുള്ളൂ. പിന്നെ ക്യാമറ ഗിമ്മിക്ക് പരിപാടി ഒന്നുമില്ല. അവന്റെ ക്യാമറ കറക്കി എടുത്തിട്ടുള്ള പരിപാടി, അബ്രപ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് അപ്പുറത്തെ സീന് പരിപാടികളൊന്നുമില്ല. ഈ ഒരു സീനില് ഇതൊരു മഹാ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സീനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്, അത് പെർഫോമൻസിന്റെ ഇമ്പാക്ട് ആണ്. അത് മമ്മൂക്ക അവിടെ തകർത്തത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഇമ്പാക്ട് ആണ്. അന്യായ സീനായിരുന്നു. ആ സീൻ കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ തിയേറ്ററിൽ ഒരു തവണയും കൂടെ പോവാം. അങ്ങനത്തെ ഒരു സീനാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് തിരിച്ച് ഈ കമന്റ് സെക്ഷനിലേക്ക് വരിക. അപ്പൊ അത്രയും പൊളിയായിരുന്നു ആ ഒരു സീനൊക്കെ. അവസാനമായിട്ട് ജിതിൻ കെ ജോസ്, ആ ഒരു പേര് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, തകർത്ത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അത് നിങ്ങൾ ആ എൻജോയ് ചെയ്ത് മേക്ക് ചെയ്തത് കാണാനുണ്ട് ഇതിനകത്ത്. അത് സ്ക്രിപ്റ്റിലെടുത്ത ആ ഒരു എഫേർട്ടും ഒക്കെ ഔട്ട്പുട്ടിൽ ശരിക്കും കാണാനുണ്ട്. ഒരു രക്ഷയില്ല. ഇദ്ദേഹവും പിന്നെ ജിഷ്ണു ശ്രീകുമാർ ആണെന്ന് തോന്നുന്നു, ഇവർ രണ്ടുപേരും കൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പൊളിച്ചടുക്കിയിട്ടുണ്ട് രണ്ടുപേരും. അവസാനമായിട്ട് എന്നെ തന്നെ ഈ 74ാമത്തെ വയസ്സില് ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക,
എന്നൊക്കെ പറയുന്നത് അതൊരു മൈൻഡ് സെറ്റാണ്, അതൊരു ധൈര്യമാണ്. ഈ ഒരു പ്രായത്തിൽ എന്ത് വേണേലും ഹാവ് ഫൺ എന്നുള്ള ആ ഒരു സംഭവമാണ്. ഞാൻ ഇത്രയൊക്കെ ആയി, 400 സിനിമകളിലൊക്കെ അഭിനയിച്ചു, ഇനി സൈഡായിട്ട് പോണ്ട, അല്ലെങ്കിൽ നമുക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഹാവ് ഫൺ, ആ ഒരു രീതിയിലേക്ക് വന്ന്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇറങ്ങി വന്ന് വർക്ക് ചെയ്യാൻ ഇദ്ദേഹം കാണിക്കുന്ന ഒരു ചങ്കൂറ്റം, അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആർക്കും ഇല്ല. അത്രയും ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ധൈര്യം, ആ ഒരു ചങ്കൂറ്റം, വിശ്വാസം, എല്ലാത്തിലും ഉപരി പ്രേക്ഷകരിലുള്ള വിശ്വാസം. ഇങ്ങനെ ചെയ്താലും പ്രേക്ഷകര് ഏറ്റെടുക്കും, നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവർ ഏറ്റെടുക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, അതൊക്കെ എടുത്തു പറയണം. അതുകൊണ്ടാണ് മൂവി റിവ്യൂ ചെയ്യാത്ത നമ്മൾ പോലും ഈ ഒരു സിനിമയെ പറ്റി ഇത്രയും പൊക്കിയടിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അതിഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, അതിഗംഭീര എക്സ്പീരിയൻസ്. അത് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഭയങ്കര ടോപ്പ് നോച്ച് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പെർഫോമൻസസ്, ജസ്റ്റ് പെർഫോമൻസസ് ആൻഡ് സ്ക്രിപ്റ്റ്, ഈ 2 കാര്യങ്ങളാണ് ഈ സിനിമയെ ഏറ്റവും പീക്കിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കളങ്കാവൽ റിവ്യൂ. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം.